ഹൈക്കോടതി മുൻ ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വസതിയിൽ നിന്ന് പണം പിടിച്ചെടുത്തതിൽ നടപടി വൈകുന്നതിൽ വീണ്ടും വിമർശനം ഉന്നയിച്ചിരിക്കുന്നു ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ. നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണെന്ന് ഉപരാഷ്ട്രപതി വ്യക്തമാക്കിയിട്ടുണ്ട്. പണം ജുഡീഷ്യറിയെ കളങ്കപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം. പണം എവിടെ നിന്ന് വന്നുവെന്നും വമ്പൻ സ്രാവുകൾ ആരൊക്കെയാണെന്നറിയാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും ജഗ്ദീപ് ധൻകർ പറഞ്ഞു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, ജഗ്ദീപ് ധൻകർ അദ്ദേഹത്തിന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. കൂടുതൽ അന്വേഷണങ്ങൾ വേണം, മാത്രവുമല്ല ഇതിന് പിന്നിൽ വമ്പൻ സ്രാവുകൾ ഉണ്ടോ എന്ന് കൂടി അന്വേഷിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ദേവിക, ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വസതിയിൽ നിന്ന് പണം കണ്ടെത്തിയിട്ടുള്ള പണം പിടിച്ചെടുത്ത സംഭവത്തിൽ നടപടി വൈകുന്നത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് വീണ്ടും ജുഡീഷ്യറിക്കെതിരെയുള്ള ചോദ്യങ്ങൾ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ഉന്നയിച്ചിട്ടുള്ളത്. നേരത്തെയും ഇതേ വിഷയത്തിൽ വളരെ കൃത്യമായ ചില ചോദ്യങ്ങൾ ഉപരാഷ്ട്രപതി പൊതുമധ്യത്തിൽ, അതായത് പൊതുജനങ്ങൾക്കും ജുഡീഷ്യറിക്കും മുൻപാകെ വെച്ചിരുന്നു. എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ വിശദമായ അന്വേഷണം നടക്കാത്തത്? ഇന്നും അതേ കാര്യം തന്നെയാണ് ഉപരാഷ്ട്രപതി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. നിയമവാഴ്ചയും ജനാധിപത്യവും ശക്തമായ ഒരു രാജ്യത്ത് നിയമം എല്ലാവർക്കും ഒരുപോലെയാകണം. അത് ഏത് സ്ഥാനത്തിരിക്കുന്ന, ഏത് ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്നതാണെങ്കിലും പൊതുജനങ്ങളാണെങ്കിലും നിയമവ്യവസ്ഥയും ജനാധിപത്യവും ശക്തമായ രാജ്യത്ത് നിയമം എല്ലാവർക്കും ഒരുപോലെയാകണം. യശ്വന്ത് വർമ്മയുടെ വസതിയിൽ നിന്ന് പണം പിടിച്ചെടുത്ത സംഭവത്തിൽ എന്തുകൊണ്ടാണ് കാര്യക്ഷമമായിട്ടുള്ള അന്വേഷണം നടക്കാത്തത്? നിലവിൽ അന്വേഷണം നടത്തുന്ന ജഡ്ജിമാരുടെ സമിതിക്ക് എന്ത് ഭരണഘടനാ സാധുതയാണുള്ളത് എന്ന വലിയ ചോദ്യം കൂടി ഉപരാഷ്ട്രപതി ഉയർത്തിയിട്ടുണ്ട്. ഒരു നിയമവാഴ്ചയ്ക്കകത്തു നിന്നുകൊണ്ട് സാധാരണ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും എടുക്കാറുള്ള നിയമ നടപടികളൊന്നും സ്വീകരിക്കാതെ ജഡ്ജിമാരുടെ സമിതി ഈ വിഷയം അന്വേഷിക്കുന്നതിൽ എന്ത് ഭരണഘടനാ സാധുതയുണ്ട് എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ് ഉപരാഷ്ട്രപതി ഉന്നയിച്ചിട്ടുള്ളത്. കൂടാതെ ഇത് എവിടെ നിന്നെത്തിയിട്ടുള്ള പണമാണ്, എങ്ങനെയാണ് ഇത്രയധികം പണം എത്തിയിട്ടുള്ളത്, ഈ സംഭവത്തിൽ വമ്പൻ സ്രാവുകൾ ആരൊക്കെയാണ് എന്നറിയാൻ രാജ്യത്തെ പൊതുജനങ്ങൾക്ക്, സാധാരണക്കാരായ ആളുകൾക്ക് ആഗ്രഹമുണ്ട്. കൂടാതെ പണം ജുഡീഷ്യറിയെ കളങ്കപ്പെടുത്തിയോ എന്ന് അന്വേഷിക്കണം. കളങ്കപ്പെടുത്തി എന്നുള്ളതല്ല, ജുഡീഷ്യറിയെ പണം കളങ്കപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിച്ച് വ്യക്തമാക്കണം എന്ന കാര്യം കൂടിയാണ് രാജ്യത്തിൻ്റെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ചൂണ്ടിക്കാട്ടിയത്. നേരത്തെയും ഈ വിഷയത്തിൽ രൂക്ഷമായിട്ടുള്ള വിമർശനം ജഗ്ദീപ് ധൻകർ നടത്തിയിരുന്നു. ജഡ്ജിമാരെ വിചാരണ ചെയ്യുന്നതിന് മുൻകൂർ അനുമതി വാങ്ങണമെന്ന സുപ്രീം കോടതി വിധി പുനഃപരിശോധിക്കേണ്ട സമയം അതിക്രമിച്ചെന്നും ജനാധിപത്യ വ്യവസ്ഥയിൽ എല്ലാവർക്കും ഒരുപോലെയാണ് നിയമം ബാധകമാകേണ്ടത് തുടങ്ങിയ വിമർശനം ഇതേ വിഷയം ഉയർത്തിക്കാട്ടിക്കൊണ്ട് തന്നെ നേരത്തെയും ജഗ്ദീപ് ധൻകർ ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ ഈ വിഷയത്തിൽ നടപടി വൈകുന്നതിനെയാണ് രൂക്ഷമായി ഉപരാഷ്ട്രപതി വിമർശിച്ചിട്ടുള്ളത്. നിയമവ്യവസ്ഥകൾ എല്ലാവർക്കും ഒരുപോലെയാകണം. അത് ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്നവരാണെങ്കിലും അതല്ലെങ്കിലും നിയമം ഒരുപോലെ ബാധകമാക്കേണ്ടതുണ്ട്. കാര്യക്ഷമമായ അന്വേഷണം നടക്കണം. പണം ജുഡീഷ്യറിയെ കളങ്കപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം. സംഭവത്തിൽ വമ്പൻ സ്രാവുകൾ ആരൊക്കെയാണെന്നറിയാൻ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്നുള്ളതുമാണ് ജഗ്ദീപ് ധൻകർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ദേവിക. ശരി.